നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 7ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ്. ചാപ്റ്ററിന്റെ പേരാണ് അറിവിന്റെ ജാലകങ്ങൾ. എന്താണ് സുഹൃത്തുക്കളെ ചാപ്റ്ററിന്റെ പേര്? അറിവിന്റെ ജാലകങ്ങൾ. അറിവിന്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ ചെമ്മനം ചാക്കോയുടെ കവിതയിലൂടെയാണ്. മാനത്തൊരു ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായിട്ടുള്ള കവിതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കവിത സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊരു കോട്ടായിട്ട് PSC ചോദിച്ചിട്ട് ഇത് എഴുതിയതാര് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുക. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരിന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ കണ്ണാൽ കണ്ടതല്ലയോ. അപ്പോൾ ഈ ഒരു ഭാഗം സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. ചെമ്മനം ചാക്കോയുടെ കവിതയാണിത്. നമ്മൾ നോക്കാൻ പോവുകയാണ് അറിവിന്റെ ജാലകം. ആദ്യമായി തന്നെ നാം പഠിക്കാൻ പോകുന്നത് നാം കാണുന്നത് എങ്ങനെ എന്നാണ്. നാം കാണുന്നത് എങ്ങനെ എന്നാണ്. ഓൾറെഡി നമ്മൾ വിശദമായിട്ട് ഈ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം കണ്ണിനെ കുറിച്ച്. കണ്ണിനുള്ളിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസ് ആണ്. പഠിച്ചോളനെ, കണ്ണിനുള്ളിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിനുള്ള ലെൻസ് എന്താണ്? ബൈകോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിനുള്ളിൽ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയിലാണ്. കണ്ണിനുള്ളിലെ പ്രതിബിംബം പതിക്കുന്ന ഭാഗം ഏതാണ്? ഈ കാണിച്ചിരിക്കുന്ന റെറ്റിന എന്ന് പറയുന്ന ഭാഗത്താണ്. കണ്ണിനുള്ളിലെ സ്ക്രീൻ എന്നറിയപ്പെടുന്നത് റെറ്റിനയാണ്. കണ്ണിനുള്ളിലെ സ്ക്രീൻ എന്നറിയപ്പെടുന്നത് റെറ്റിനയാണ്. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബങ്ങൾ തലകീഴായതായിരിക്കും. കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു റോസാ പുഷ്പമുണ്ട്. ആ റോസാ പുഷ്പത്തിന്റെ പ്രതിബിംബം നമ്മുടെ ലെൻസിലൂടെ കടന്ന് റെറ്റിനയിൽ എത്തിയപ്പോഴേക്കും ആ റോസാപ്പൂ തലതിരിഞ്ഞതായിട്ടാണ് റെറ്റിനയിൽ പതിച്ചിരിക്കുന്നത്. അപ്പോ കണ്ണിനുള്ളിലുള്ള റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബങ്ങളെല്ലാം തലകീഴായതായിരിക്കും. റെറ്റിനയിൽ നിന്നും സന്ദേശങ്ങൾ തലച്ചോറിലെത്തിക്കുന്നത് നേത്രനാഡികൾ വഴിയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. റെറ്റിനയിൽ നിന്നും സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡികൾ വഴിയാണ്. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥതും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. അപ്പൊ നമ്മുടെ തലച്ചോറാണ് ഒരു വസ്തുവിന്റെ യഥാർത്ഥതും നിവർന്നതുമായിട്ടുള്ള കാഴ്ച നമുക്ക് സാധ്യമാക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കണ്ണിനുള്ളിലെ ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിനുള്ളിൽ പ്രതിബിംബം പതിക്കുന്നത് കണ്ണിലെ റെറ്റിനയിലാണ്. കണ്ണിനുള്ളിലെ സ്ക്രീൻ എന്നറിയപ്പെടുന്നത് റെറ്റിനയാണ്. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബങ്ങൾ തലകീഴായതായിരിക്കും. പഠിച്ചോളനെ, PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബങ്ങൾ തലകീഴായതായിരിക്കും. റെറ്റിനയിൽ നിന്നും സന്ദേശങ്ങൾ തലച്ചോറിലെത്തിക്കുന്നത് നേത്രനാഡികൾ വഴിയാണ്. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥതും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദ്വിനേത്ര ദർശനം. എന്താണ് ദ്വിനേത്ര ദർശനം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ദ്വിനേത്ര ദർശനം. രണ്ടു കണ്ണുകളും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്നറിയപ്പെടുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലവും സ്ഥാനവും നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. ഇതൊന്ന് പഠിച്ചോളനെ പോയിന്റ്. രണ്ടു കണ്ണുകളും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇതുമൂലമാണ് നമുക്ക് വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നത്. അടുത്തതാണ് ത്രിമാന കാഴ്ച, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു 3D വിഷൻ എന്ന് പറയുന്നു. 3D വിഷൻ അല്ലെങ്കിൽ ത്രിമാന കാഴ്ച എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു വസ്തുവിന്റെ നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ അറിയുവാനുള്ള കണ്ണിന്റെ കഴിവാണ് ത്രിമാന കാഴ്ച അല്ലെങ്കിൽ 3D വിഷൻ എന്ന് പറയുന്നത്. അപ്പോ കണ്ണിന്റെ 3D വിഷൻ അല്ലെങ്കിൽ ത്രിമാന കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ഒരു വസ്തുവിന്റെ നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ കൃത്യമായി അറിയുവാനുള്ള കണ്ണിന്റെ കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ത്രിമാന കാഴ്ച. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് ദ്വിനേത്ര ദർശനമാണ്. രണ്ടു കണ്ണുകളും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ കണ്ണിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലവും സ്ഥാനവും നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു.
അടുത്തതായി നമ്മൾ പറഞ്ഞത് ത്രിമാന കാഴ്ച അല്ലെങ്കിൽ 3D വിഷനെ പറ്റിയിട്ടാണ്. ഒരു വസ്തുവിന്റെ നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ അറിയുവാനുള്ള കണ്ണിന്റെ കഴിവാണ് ത്രിമാന കാഴ്ച അല്ലെങ്കിൽ 3D വിഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് വൈറ്റ് കെയിൽ എന്ന് പറയുന്നത്. എന്താണ് വൈറ്റ് കെയില്? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൽ എന്നറിയപ്പെടുന്നത്. അന്ധരായ ആളുകള് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൽ എന്നറിയപ്പെടുന്നത്. വൈറ്റ് കെയിൽ ഭാരം കുറഞ്ഞതും അകം പൊള്ളയായതുമായിരിക്കും. വൈറ്റ് കെയിന് ഭാരം കുറഞ്ഞതും അകം പൊള്ളയായതുമായിരിക്കും. വൈറ്റ് കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. വൈറ്റ് കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്താണ്? അലുമിനിയമാണ്. വൈറ്റ് കെയിൽ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾ ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഇതാണ് കേട്ടോ അലുമിനിയത്തിന്റെ ഹോള് രൂപത്തിലുള്ള ഒരു നീണ്ട വടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് കെയിൽ എന്ന് പറയുന്നത്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വടിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. കണ്ടോ ഇവിടെ ഒരു ലോഹഭാഗം ഇരിക്കുന്നത്? ഇതിങ്ങനെ തറയിൽ തട്ടുമ്പോൾ ഇതിനകത്ത് നിന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഈ ശബ്ദം തിരിച്ചറിഞ്ഞാണ് അന്ധരായ വ്യക്തികള് വഴികളിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാൻ എന്താണ് സഹായിക്കുന്നത്. അപ്പോ വടിയുടെ അടിയിലുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുകയും ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കുന്നതിന് അന്ധരായ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു. എന്താണ് വൈറ്റ് കെയിൽ എന്ന് പറയുന്നത്? വൈറ്റ് കെയിൽ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുകയും അവരെ സഹായിക്കുവാനും കഴിയുന്നു. ശരിയാണല്ലേ? വൈറ്റ് കെയിൽ ഉപയോഗിക്കുന്നത് വഴി അന്ധരായ വ്യക്തികളെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുകയും അവരെ സഹായിക്കുവാനും കഴിയുന്നു. അപ്പോൾ ഒന്നുകൂടി പഠിക്കാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റ് കെയിൽ ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് വൈറ്റ് കെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധരായ ആളുകള് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൽ എന്ന് പറയുന്നത്. വൈറ്റ് കെയിൽ ഭാരം കുറഞ്ഞതും അകം പൊള്ളയായതുമായിരിക്കും. വൈറ്റ് കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റ് കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോഹഭാഗം വസ്തുക്കളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. വൈറ്റ് കെയിൽ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാനും അവരെ സഹായിക്കുവാനും കഴിയുന്നു. പഠിക്കുക. അടുത്തതാണ് ബ്രെയിൽ ലിപി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുമാണ് ബ്രെയിൽ ലിപി. എന്താണ് സുഹൃത്തുക്കളെ ബ്രെയിൽ ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അന്ധരായ ആളുകള് എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്തത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. പഠിച്ചോളനെ, ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ലിപിയില് കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്രെയിൽ ലിപി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്ടൈൽ വാച്ചുകൾ, അതായത് വേറൊന്നുമില്ല, ടാക്ടൈൽ വാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അന്ധരായ വ്യക്തികളിലൊക്കെ നമ്മൾ കണ്ടു കാണും. ചെറിയൊരു വാച്ച് കാണും. ആ വാച്ചിന്റെ ഗ്ലാസ് നമുക്ക് തുറക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യാം? ആ വാച്ചിൽ തൊട്ട് നോക്കി നമുക്ക് സമയം മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം വാച്ചുകൾ അറിയപ്പെടുന്ന പേരാണ് ടാക്ടൈൽ വാച്ചുകൾ എന്നുള്ളത് കേട്ടോ. എന്താണ് ടാക്ടൈൽ വാച്ചുകൾ? അതുപോലെ ടോക്കിംഗ് വാച്ചുകൾ. എന്താണ് ടോക്കിംഗ് വാച്ചുകൾ? ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം വിളിച്ചു പറയും. അത്തരം വാച്ചുകൾ അറിയപ്പെടുന്ന പേരാണ് ടോക്കിംഗ് വാച്ചുകൾ. അതുപോലെ തന്നെ എംപോസ്ഡ് മാപ്പുകൾ. എന്താണ് എംപോസ്ഡ് മാപ്പുകൾ? അതായത് നമ്മൾ ബ്രെയിൽ ലിപി പറഞ്ഞതുപോലെ തന്നെ ഈ എംപോസ്ഡ് മാപ്പുകളിലും ഇങ്ങനെ ഉയരവും താഴ്ചയുമുള്ള പ്രതലമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം മാപ്പുകൾ തൊട്ട് നോക്കി അന്ധരായ വ്യക്തികൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എംപോസ്ഡ് മാപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. ഈ ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ വൈറ്റ് കെയില്, ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, എംപോസ്ഡ് മാപ്പുകൾ പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നേത്രദാനം. കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നേത്രദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം എന്നറിയപ്പെടുന്നത്. നേത്രദാനത്തിന് കണ്ണിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം കണ്ണിന്റെ കോർണിയയാണ്. പഠിച്ചോളനെ, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നേത്രദാനത്തിന് കണ്ണിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാൽ കണ്ണിന്റെ കോർണിയയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട അവയവം എന്നറിയപ്പെടുന്നത് കണ്ണിന്റെ കോർണിയയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെക്കപ്പെട്ട അവയവം എന്നറിയപ്പെടുന്നത് കണ്ണിന്റെ കോർണിയയാണ്. അപ്പോ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ പഠിക്കുക. എന്താണ് നേത്രദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ അയാളുടെ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് നേത്രദാനം എന്നറിയപ്പെടുന്നത്. നേത്രദാനത്തിന് കണ്ണിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം കണ്ണിന്റെ കോർണിയയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട അവയവം എന്നറിയപ്പെടുന്നത് കണ്ണിന്റെ കോർണിയയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ. കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകിക്കളയുക. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലും വായന ഒഴിവാക്കുക. മങ്ങിയ പ്രകാശത്തിൽ അല്ലെങ്കിൽ തീവ്ര പ്രകാശത്തിലായിക്കോട്ടെ വായന ഒഴിവാക്കുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വായന ഒഴിവാക്കുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വായന ഒഴിവാക്കുക. TV കാണുമ്പോൾ കൃത്യമായ അകലം പാലിക്കുക. TV കാണുമ്പോൾ കൃത്യമായ അകലം പാലിക്കുക. TV, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പുവരുത്തുക. TV, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പുവരുത്തുക. രാസവസ്തുക്കളും കൂർത്തതും മൂർച്ചയേറിയതുമായ വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. രാസവസ്തുക്കൾ അതുപോലെ കൂർത്തതും മൂർച്ചയേറിയതുമായ വസ്തുക്കള് കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയുക. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ വായന ഒഴിവാക്കുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വായന ഒഴിവാക്കുക. TV കാണുമ്പോൾ കൃത്യമായ അകലം പാലിക്കുക. TV, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പുവരുത്തുക. രാസവസ്തുക്കളും കൂർത്തതും മൂർച്ചയേറിയതുമായ വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതാണ് സ്നെല്ലർ ചാർട്ട്. ഇതും നമ്മൾ PSC പ്രീവിയസ് ആയി ചോദിച്ചതും പഠിച്ചതുമാണ് നമ്മള് സ്നെല്ലർ ചാർട്ട്. എന്താണ് സ്നെല്ലർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഴ്ചശക്തി പ്രാഥമികമായി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സ്നെല്ലർ ചാർട്ട്. കാഴ്ചശക്തി പ്രാഥമികമായി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സ്നെല്ലർ ചാർട്ട്. സ്നെല്ലർ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നെല്ലർ ചാർട്ടിലെ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്നും താഴേക്ക് എത്ര വരികൾ ശരിയായി വായിക്കുവാൻ കഴിയുന്നു എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. സുഹൃത്തുക്കൾ കണ്ടോ ഇവിടെ സ്നെല്ലർ ചാർട്ട്? ഇവിടെ എന്താണ് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ എന്താണ് അക്ഷരങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ചെറുതായി വരും കേട്ടോ. ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഏത് ലെവൽ വരെയുള്ള, അതായത് 7 വരെയുള്ളതില് ഏത് ലെവൽ വരെയുള്ള അക്ഷരങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്നതിന് അനുസരിച്ചാണ് നമ്മുടെ കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. പ്രാഥമികമായി അളക്കുന്നതാണ്, കൺഫേം ആക്കുന്നതല്ല. പ്രാഥമികമായിട്ട് അളക്കുക മാത്രമേ സ്നെല്ലർ ചാർട്ട് കൊണ്ട് പറ്റുള്ളൂ. അത് സുഹൃത്തുക്കൾ പഠിക്കുക. സ്നെല്ലർ ചാർട്ടും വ്യക്തിയും തമ്മിൽ വേണ്ട കൃത്യമായ അകലം 6 മീറ്റർ ആണ്. അതും PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്നെല്ലർ ചാർട്ടും ഒരു വ്യക്തിയും തമ്മിൽ വേണ്ട കൃത്യമായ അകലം എത്രയാണ്? 6 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കാഴ്ചശക്തി പ്രാഥമികമായി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സ്നെല്ലർ ചാർട്ട്, അല്ലാതെ കൺഫേം ചെയ്യാനല്ല കേട്ടോ. കാഴ്ചശക്തി പ്രാഥമികമായിട്ട് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സ്നെല്ലർ ചാർട്ട്. സ്നെല്ലർ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്നും താഴേക്ക് എത്ര വരികൾ ശരിയായി വായിക്കുവാൻ കഴിയുന്നു എന്നതിനെ പരിശോധിച്ച് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുകയാണ് ചെയ്യുന്നത്. സ്നെല്ലർ ചാർട്ട് വ്യക്തിയും തമ്മിൽ വേണ്ട കൃത്യമായ അകലം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് PSC ചോദിച്ചുകൊണ്ടിരുന്ന പഴയകാലത്തുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ പഴയകാലത്തുള്ള ചോദ്യങ്ങൾ വീണ്ടും അതുപോലെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവയെ കളയാൻ കഴിയില്ല. നമുക്ക് പഠിക്കാം. ഒരേ സമയം 2 കണ്ണുകളും വ്യത്യസ്ത ദിശയിൽ ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണുവാൻ കഴിവുള്ള ജീവിയാണ്
മരയോന്ത്. ഒരേ സമയം കണ്ണുകൾ രണ്ടു വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരേ സമയം കാണുവാൻ കഴിവുള്ള ജീവിവർഗമാണ് മരയോന്തുകൾ. തല പിറകോട്ട് തിരിച്ചുകൊണ്ട് പിറകിലെ കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്ന ജീവിവർഗം മൂങ്ങയാണ്. തല പിറകോട്ട് തിരിച്ചുകൊണ്ട് പുറകിലെ കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്ന ജീവിവർഗമാണ് മൂങ്ങ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒരേ സമയം രണ്ടു കണ്ണുകളും വ്യത്യസ്തമായ ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരേ സമയം കാണുവാൻ കഴിയുന്ന ജീവിവർഗമാണ് മരയോന്ത്. തല പിറകിലോട്ട് തിരിച്ചുകൊണ്ട് പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവിവർഗം ചോദിച്ചാൽ അത് മൂങ്ങയാണ്. മങ്ങിയ പ്രകാശത്തിലും നായ, പൂച്ച തുടങ്ങിയ ജീവികൾക്ക് കാഴ്ച സാധ്യമാകുന്നതിന് കാരണം ഇത്തരം ജീവികളുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രി പരമാവധി വികസിച്ച് നേരിയ പ്രകാശം പോലും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യുന്നു. അതിനാൽ മങ്ങിയ പ്രകാശത്തിൽ പോലും ഇത്തരം ജീവികൾക്ക് കാഴ്ച സാധ്യമാകുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. മങ്ങിയ പ്രകാശത്തിലും നായ, പൂച്ച തുടങ്ങിയ ജീവികൾക്ക് കാഴ്ച സാധ്യമാകുന്നതിന് കാരണം ചോദിച്ചാൽ ഇത്തരം ജീവികളുടെ കണ്ണിലെ കൃഷ്ണമണികള് പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രി പരമാവധി വികസിച്ച് നേരിയ പ്രകാശം പോലും ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നു. അതിനാൽ മങ്ങിയ പ്രകാശത്തിൽ പോലും ഇത്തരം ജീവികൾക്ക് കാഴ്ച സാധ്യമാവുകയും ചെയ്യുന്നു. പഠിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. കേൾവി സാധ്യമാക്കുന്ന മനുഷ്യരീരത്തിലെ അവയവം ചോദിച്ചാൽ അത് ചെവിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേൾവി സാധ്യമാക്കുന്ന മനുഷ്യരീരത്തിലെ അവയവം ചോദിച്ചാൽ അത് ചെവിയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗമാണ് ചെവിക്കൂട. നമുക്ക് കാണാൻ കഴിയുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗമാണ് ചെവിക്കൂട. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്ന ഭാഗവും ചെവിക്കൂടയാണ്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തുന്ന ഭാഗവും ഏതാണ്? ചെവിക്കൂട. ഇതാണ് കേട്ടോ ചെവിക്കൂട എന്ന് പറയുന്ന ഭാഗം. അപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് ചെവിക്കൂട. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് ചെവിക്കൂടയാണ്. ശബ്ദത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് തലച്ചോറാണ് കേട്ടോ. ശബ്ദത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് തലച്ചോറാണ്. അതായത് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന ശബ്ദ തരംഗങ്ങള് അവിടെയുള്ള ശ്രവണനാഡിയിലൂടെ നമ്മുടെ തലച്ചോറിലെത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ശബ്ദം തിരിച്ചറിയുന്നത്. പഠിക്കുക. അപ്പോ കേൾവി സാധ്യമാക്കാൻ മനുഷ്യരീരത്തിലെ അവയവം ചോദിച്ചാൽ അത് ചെവിയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗം ചോദിച്ചാൽ അത് ചെവിക്കൂടയാണ്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്ന ഭാഗം ചോദിച്ചാൽ അത് ചെവിക്കൂടയാണ്. ശബ്ദത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് തലച്ചോറാണ്. പഠിക്കുക. അടുത്തതാണ് ചെവിയെ സംരക്ഷിക്കാം എന്നുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ചെവിയെ സംരക്ഷിക്കാം എന്നുള്ള ഭാഗത്തിലേക്ക്. ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. ചെവിക്കുള്ളിലെ കൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. ചെവിയിലെ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ചെവിക്ക് ആഘാതമേൽക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. ചെവിക്ക് ആഘാതമേൽക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചെവി സംരക്ഷിക്കാം എന്നുള്ള മേഖലയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ചെവിക്ക് ആഘാതമേൽക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കാം. പഠിക്കുക. കേൾവിയില്ലാത്ത ആളുകൾക്ക് കേൾവി സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ശ്രവണ സഹായികൾ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കേൾവിയില്ലാത്ത ആളുകൾക്ക് കേൾവി ശക്തി സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ശ്രവണ സഹായികൾ. പ്രതലത്തിലുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവികളാണ് പാമ്പുകൾ. പഠിച്ചോളണേ, പ്രതലത്തിലുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവിവർഗമാണ് പാമ്പുകൾ. പാമ്പിന് വായുവിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ശബ്ദ തരംഗങ്ങളെ പോലും അവയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ശബ്ദ തരംഗങ്ങളെ പോലും അവയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വസ്തുക്കളുടെ ഗന്ധം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് മൂക്കാണ്.
ദൂരെയുള്ള വസ്തുക്കളുടെ പോലും ഗന്ധം തിരിച്ചറിയാൻ കഴിവുള്ള ജീവികളുടെ കഴിവിനെ ഘ്രാണശക്തി എന്നറിയപ്പെടുന്നു. ദൂരെയുള്ള വസ്തുക്കളുടെ പോലും ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുടെ കഴിവിനെ ഘ്രാണശക്തി എന്നറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം സ്രാവുകളാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം ചോദിച്ചാൽ അത് സ്രാവുകളാണ്. കരയിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം നായകളാണ്. ഇതും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരയിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം ചോദിച്ചാൽ അത് നായകളാണ്. നാവ് ഉപയോഗിച്ച് ഗന്ധം തിരിച്ചറിയുന്ന ജീവിവർഗം പാമ്പുകളാണ്. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാവ് ഉപയോഗിച്ച് ഗന്ധം തിരിച്ചറിയുന്ന ജീവിവർഗം ചോദിച്ചാൽ അത് പാമ്പുകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേൾവിയില്ലാത്ത ആളുകൾക്ക് കേൾവി സാധ്യമാകുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ശ്രവണ സഹായികള്. പ്രതലത്തിലുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവിവർഗമാണ് പാമ്പുകൾ. പാമ്പിന് വായുവിലൂടെയുള്ള ശബ്ദതരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണം. പാമ്പിന് വായുവിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ശബ്ദതരംഗങ്ങളെ പോലും തിരിച്ചറിയുവാൻ കഴിയുന്നു. വസ്തുക്കളുടെ ഗന്ധം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. ദൂരെയുള്ള വസ്തുക്കളുടെ പോലും ഗന്ധം തിരിച്ചറിയുവാനുള്ള ജീവികളുടെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘ്രാണശക്തി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം സ്രാവുകളാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്നതാണ്, പഠിക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം ചോദിച്ചാൽ സ്രാവുകളാണ്. കരയിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം ചോദിച്ചാൽ അത് നായകളാണ്. കരയിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിവർഗം ചോദിച്ചാൽ നായകളാണ്. നാവ് ഉപയോഗിച്ച് ഗന്ധം തിരിച്ചറിയുന്ന ജീവിവർഗം പാമ്പുകളാണ്. നാവ് ഉപയോഗിച്ച് ഗന്ധം തിരിച്ചറിയുന്ന ജീവിവർഗം പാമ്പുകളാണ്. പഠിക്കുക. നമുക്ക് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം നാക്കാണ്. അല്ലെ സുഹൃത്തുക്കളെ? നമുക്ക് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് നാക്കാണ്. മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന രുചികൾ ഉപ്പ്, പുളി, മധുരം, കയ്പ്, ഉമാമി എന്നിവയാണ്. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന രുചികൾ ചോദിച്ചാൽ ഉപ്പ്, പുളി, മധുരം, കയ്പ്, ഉമാമി എന്നിവയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു എരിവ് ഒരു രുചിയല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എരിവെന്ന് പറയുന്ന ഒരു രുചിയല്ല, അതൊരു അവസ്ഥയാണല്ലേ, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് എരിവെന്ന് പറയുന്നത്. നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത് രസമുകുളങ്ങളാണ്. നാവിലെ രുചി അറിയാനായിട്ട് അല്ലെങ്കിൽ നാക്ക് കൊണ്ട് നമുക്ക് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്നത് നാവിൽ കാണപ്പെടുന്ന രസമുകുളങ്ങൾ കൊണ്ടാണ്. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നമുക്ക് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ അത് നാക്കാണ്. മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന രുചികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ്, പുളി, മധുരം, കയ്പ്, ഉമാമി എന്നിവയാണ്. എരിവ് ഒരു രുചിയല്ല, അതൊരു അവസ്ഥയാണെന്ന് പഠിക്കുക. നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത് നാവിലെ രസമുകുളങ്ങൾ വഴിയാണ്. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. പഠിക്കുക. അടുത്തത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അകറ്റി നിർത്താം രോഗങ്ങളെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഭാഗം. കാരണം PSCയുടെ ബയോളജി മേഖലയിലെ ഏകദേശം ഒരു 25% ക്വസ്റ്റ്യൻസും ഈ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അകറ്റി നിർത്താം രോഗങ്ങളെ. അകറ്റി നിർത്താം രോഗങ്ങളെ എന്നുള്ള ഭാഗത്ത് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് മനുഷ്യന് പ്രധാനമായും രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, അതുപോലെ തന്നെ പ്രോട്ടോസോവ. മനുഷ്യന് പ്രധാനമായിട്ടും രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാരായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ, അതുപോലെ തന്നെ വൈറസുകൾ, ഫംഗസുകൾ. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് പ്രോട്ടോസോവകൾ. ആരാണ് പ്രോട്ടോസോവകൾ? എന്താണ് സൂക്ഷ്മജീവികൾ? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ തുടങ്ങി സൂക്ഷ്മജീവികളിൽ ചിലതിന്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗം
രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പടരുകയും ചെയ്യുന്നത്. ഒന്നുമില്ല, എന്താണ് സൂക്ഷ്മജീവികൾ എന്ന് ചോദിച്ചാൽ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ തുടങ്ങിയവയൊക്കെ നമുക്ക് സൂക്ഷ്മജീവികൾ എന്ന് പറയാം. ഇവയിൽ ചിലതിന്റെ പ്രവർത്തനം മനുഷ്യൻ അല്ലെങ്കിൽ ജീവിവർഗത്തിന് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇങ്ങനെ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം എത്തുമ്പോഴാണ് നമ്മൾ രോഗം പടരുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസോ ഫംഗസോ പ്രോട്ടോസോവോ എന്തുമാവട്ടെ, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന സമയത്ത് അല്ലെങ്കിൽ എത്തുമ്പോഴാണ് നമുക്ക് രോഗം പടരുന്നു എന്ന് പറയുന്നത് പഠിക്കുക. രോഗം പരത്തുന്നവർ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്ന മാർഗങ്ങളാണ് ജലത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴി, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, സ്പർശനത്തിലൂടെ. ഇത്രയും രീതിയിൽ എന്ത് ചെയ്യാം? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാം. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നതിനുള്ള മാർഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലത്തിലൂടെ പകരാം, ഭക്ഷണത്തിലൂടെ പകരാം, വായുവിലൂടെ പകരാം, ജീവികൾ വഴി പകരാം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരാം, അതുപോലെ സ്പർശനത്തിലൂടെയും പകരാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പകർച്ചവ്യാധികൾ എന്ന്. പ്രധാന പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ് ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി മുതലായവ. അതായത് ഏകദേശം വരുന്ന എല്ലാ വൈറസ്, ബാക്ടീരിയ രോഗങ്ങളും പകർച്ചവ്യാധികളാണ് കേട്ടോ. അപ്പോ ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി, ഇഷ്ടം പോലെ നമുക്ക് പറയാൻ പറ്റും. ഇത്തരം രോഗങ്ങളെല്ലാം പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. രോഗങ്ങൾ പരത്തുന്നവർ എന്നുള്ള മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്ന മാർഗങ്ങൾ ചോദിച്ചാൽ ജലത്തിലൂടെയാവാം, ഭക്ഷണത്തിലൂടെയാവാം, വായുവിലൂടെയാവാം, ജീവികൾ വഴിയാവാം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാവാം, സ്പർശനത്തിലൂടെയും. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പകർച്ചവ്യാധികൾ എന്ന്. പ്രധാന പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയാണ്. ഇത് മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട പല രോഗങ്ങളുമുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണം കൊടുത്തിരുന്നത് അതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രോഗങ്ങളും അവ പകരുന്നത് രീതിയുമാണ്. ആദ്യം നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പ്രധാനമായി പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ. ഇതിലെ ജലദോഷം, ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ഇതിൽ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും. അതുകൊണ്ട് ഈ മൂന്നെങ്കിലും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം അല്ലെങ്കിൽ മലിനമായ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതിൽ എലിപ്പനിയും കോളറയും മഞ്ഞപ്പിത്തവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന രോഗമെന്ന് ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എലിപ്പനിയാണ്. അതുകൊണ്ട് അത് പഠിക്കുക. ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ആൻസർ കൊടുത്തത് കോളറയ്ക്കാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് കോളറയാണ്. അതുപോലെ തന്നെ വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മൂലം മറ്റൊരാളിലേക്ക് എത്തുന്ന രോഗങ്ങളെയൊക്കെ എന്ന് ചോദിച്ചാൽ
മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിൽ ഡെങ്കിപ്പനി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, മന്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ഉത്തര സൂചികയിൽ ആൻസർ കൊടുത്തത് ഡെങ്കിപ്പനിക്കും മന്തിനുമാണ്. അതുപോലെ ചിക്കൻ ഗുനിയയും ഈ ഇടക്കാലങ്ങളിൽ PSCയുടെ ആൻസർ ഷീറ്റിൽ ഉത്തരമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗവും വ്യക്തമായിട്ട് പഠിക്കുക. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാകുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയാണ്. ഇതിൽ ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് പഠിക്കുക. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ക്ഷയം, ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം PSC ഉത്തര സൂചികകൾ നൽകിയിട്ടുണ്ട്. പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഇതിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. പഠിക്കുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കോളറയ്ക്കാണ്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത്. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ഉത്തരസൂചിയായി കൊടുത്തിരിക്കുന്നത് മന്തും ഡെങ്കിപ്പനിയുമാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും ഉത്തരസൂചികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്കണ്ണും കുഷ്ഠവുമാണ്. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതാണ് ഡ്രൈ ഡേ ആചരണം. എന്താ സുഹൃത്തുക്കളെ ഡ്രൈ ഡേ ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊതുകിൻ മുട്ട വിരിയുന്നതിനെടുക്കുന്ന സമയം 8 ദിവസം. കൊതുകിൻ മുട്ട വിരിയുന്നതിനെടുക്കുന്ന സമയം 8 ദിവസം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. കൊതുകിൻ മുട്ട വിരിയുന്നതിനെടുക്കുന്ന സമയം 8 ദിവസം. കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്ന പദ്ധതിയെ ഡ്രൈ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഡ്രൈ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്ന പദ്ധതിയെ ഡ്രൈ ഡേ എന്നറിയപ്പെടുന്നു. കൊതുകിൻ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 8 ദിവസം. ഇത് PSC പ്രീവിയസ് ആയി ഈ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. അടുത്തതാണ് സൂക്ഷ്മജീവികളും ഉപയോഗങ്ങളും. അപ്പോൾ സൂക്ഷ്മജീവികളുടെ ദോഷവശങ്ങളാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂക്ഷ്മജീവികളുടെ ഉപയോഗങ്ങളാണ്. PSC ഒരുപാട് തവണ ഈ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും അതുപോലെ തന്നെ ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതിനൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും നൽകുന്നു. അതായത് നമ്മുടെ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേർന്നാൽ മാത്രമേ സസ്യങ്ങൾക്ക് അവയെ ആഗിരണം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് സൂക്ഷ്മജീവികള് സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സൂക്ഷ്മജീവികളും അവയുടെ ഉപയോഗങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമി ശുചിയാക്കുന്നതിനോടൊപ്പം തന്നെ സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും നൽകുന്നു. പഠിക്കുക. സൂക്ഷ്മജീവികൾ കൊണ്ട് നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പാല് തൈരാകുന്നു. അരിമാവ് പുളിപ്പിക്കുന്നു. അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു. വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പാലുൽപ്പന്നങ്ങള്, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, പാലുൽപ്പന്നങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാലിനെ തൈരാക്കാനായിട്ട് സഹായിക്കുന്നു. വിനാഗിരിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ചണം, പുകയില, തുകൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ചണവും തുകലും എന്നിവയൊക്കെ ജലം ഉപയോഗിച്ച് നമ്മൾ അഴുകുന്നതിന് എന്താണ് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ സൂക്ഷ്മജീവികളാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പഠിക്കുക. അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും പ്രയോജനപ്പെടുത്തുന്നു. ചികിത്സാ രംഗത്തും സൂക്ഷ്മജീവികളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? പലതരത്തിലുള്ള ആന്റി വൈറസുകളുടെ നിർമ്മാണവും മറ്റുമൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്?
ഈ പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മജീവികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക. പ്രത്യേകിച്ച് പെൻസിലിൻ പോലെയുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആരെയാണ്? സൂക്ഷ്മജീവികളെയാണ്. അതുകൊണ്ട് ഈ ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. ഒന്നുകൂടി പറയാം, ജൈവ അവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമിയെ ശുചിയാക്കുന്നതിനോടൊപ്പം തന്നെ സസ്യങ്ങൾക്ക് വേണ്ട പോഷണങ്ങളും നൽകുന്നു. സൂക്ഷ്മജീവികൾ കൊണ്ടുള്ള നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ ചോദിച്ചാൽ പാൽ തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൂപ്പർ ബഗുകൾ. എന്തിനെ പറ്റിയ സുഹൃത്തുക്കളെ പഠിക്കാൻ പോകുന്നത്? സൂപ്പർ ബഗുകളെ പറ്റി. കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയുന്നതിനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നു. ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത്. സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഇന്ത്യക്കാരനായ ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റുമാണ്. എന്താണ് സൂപ്പർ ബഗുകൾ എന്ന് ചോദിച്ചാല് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നു. ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത്. സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഇന്ത്യക്കാരനായ ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ്. അടുത്തതാണ് കൃത്രിമ പ്രതിരോധ ശേഷി. എന്താ കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ രോഗങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവുണ്ട്. രോഗാണുക്കളെ ചെറുത്തു നിൽക്കുന്നതിൽ നിന്നും നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നാം രോഗത്തിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ രോഗങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവുണ്ടെങ്കിലും ചില രോഗാണുക്കളെ ചെറുത്തു നിൽക്കുന്നത് നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നാം രോഗത്തിന് കീഴ്പ്പെടുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ. എന്തിനാ സുഹൃത്തുക്കൾ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്? രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. മറക്കരുത്, രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൃത്രിമ പ്രതിരോധ ശേഷിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ രോഗങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവുണ്ട്. രോഗാണുക്കളെ ചെറുത്തു നിൽക്കുന്നതിൽ നിന്നും നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നാം രോഗത്തിന് കീഴ്പ്പെടുന്നത്. ഇനി എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 9ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 9ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. ഇതും PSC ഏകദേശം 25% ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകത്തിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ബഹിരാകാശത്തെ പറ്റിയാണ്. എന്താ സുഹൃത്തുക്കളെ ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട് അല്ലേ സുഹൃത്തുക്കളെ? ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ചിന്തിക്കുക, ഭൂമി എന്ന് പറയുന്നത് ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രനും, ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സൂര്യനുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് സൂര്യനാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്നത് റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റും. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്നത് റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്.
യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ വർഷം 1961 ഏപ്രിൽ മാസം 12-ാം തീയതി. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാല് 1961 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകമാണ് വോസ്റ്റോക്ക് 1. മറക്കല്ലേ, പഠിച്ചോളണേ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. അത് സോവിയറ്റ് യൂണിയൻ ആണ് നിർമ്മിച്ചത്. ആരാണ്? സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ആരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന യൂറി ഗഗാറിനെ എവിടെ എത്തിച്ചത്? സ്പേസിൽ എത്തിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെ യൂറി ഗഗാറിനെ സ്പേസിലെത്തിക്കാൻ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിക്കാൻ സഹായിച്ച പേടകം എന്ന് ചോദിച്ചാൽ അത് വോസ്റ്റോക്ക് 1 ആണ്. ഇത് നിർമ്മിച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ റഷ്യയാണ്. അടുത്തതാണ് കൃത്രിമോപഗ്രഹങ്ങൾ. എന്താ സുഹൃത്തുക്കളെ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കൃത്രിമോപഗ്രഹങ്ങൾ. അപ്പോൾ എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യര് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കൃത്രിമോപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളിയം, ധാതുലവണങ്ങൾ തുടങ്ങിയ ഭൂവിഭാഗങ്ങളുടെ കണ്ടെത്തൽ. പെട്രോളിയം, ധാതുലവണങ്ങൾ തുടങ്ങിയ ഭൂവിഭാഗങ്ങളുടെ കണ്ടെത്തൽ. മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന് കാലാവസ്ഥാ പഠനത്തിന് വാർത്താവിനിമയത്തിന് വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ പഠനത്തിന് വേണ്ടി സൈനിക പ്രതിരോധ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ബഹിരാകാശ ഗവേഷണത്തിന് കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഇത്രയും കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയാം, എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളിയം, ധാതുലവണങ്ങൾ തുടങ്ങിയ ഭൂവിഭാഗങ്ങളുടെ കണ്ടെത്തലിന്, മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന്, കാലാവസ്ഥ പഠനത്തിന്, വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നു. വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനത്തിന്, സൈനിക പ്രതിരോധ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക്, ബഹിരാകാശ ഗവേഷണത്തിന്, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് പഠിക്കുക. അടുത്തതാണ് ബഹിരാകാശ വാരം എന്തെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിരുന്നു സ്പുട്നിക് 1. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതി. വീണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിലെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര തലത്തില് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അപ്പോൾ സ്പുട്നിക് 1 വിക്ഷേപിച്ച 1957 ഒക്ടോബർ 4-ഉം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷമായ 1959 ഒക്ടോബർ 10-ഉം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ആചരിച്ചു വരുന്നു. കേട്ടോ സുഹൃത്തുക്കളെ, ഇതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1 PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ആണ്. അതും പ്രീവിയസ് ആയി ചോദിച്ചുള്ള ചോദ്യമാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു.
അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10 അങ്ങനെ സ്പുട്നിക് 1 വിക്ഷേപിച്ച ഒക്ടോബർ 4 അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന ഒക്ടോബർ 10 കൂടെ ചേർത്തുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ആചരിച്ചു വരുന്നു. പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേതാണ്. നമ്മൾ ഇസ്രോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം നാസയാണ്. USA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാസയാണ്. യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO, USA നാസ, യൂറോപ്പിന്റേതാണ് ഈസ അല്ലെങ്കിൽ ESA, ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA, റഷ്യയുടേതാണ് RSA, അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO, അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളത് അല്ലെ സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19 വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19 അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1 എന്ന് പറയുന്നത്. എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31 എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31 ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി ചോദിച്ചാൽ ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ. വർഷം 1957. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയാണ്. വർഷം 1957. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി എന്നറിയപ്പെടുന്നത് ISRO അല്ലെങ്കിൽ ഇസ്രോയാണ്. ISRO അല്ലെങ്കിൽ ഇസ്രോയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19 അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ 1 എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31 ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്. വർഷം 1957 പഠിക്കുക. ഇനി എന്താണ് വിക്ഷേപണ വാഹനങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിക്ഷേപണ വാഹനങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തെത്തിക്കുന്നതിന് സഹായിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തെത്തിക്കുന്നതിന് സഹായിക്കുന്നത് വിക്ഷേപണ വാഹനങ്ങളാണ്, റോക്കറ്റുകളാണ് അതിന്റെ പ്രധാന ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യമായ ധർമ്മം എന്ന് പറയുന്നത്. ഭൂമിയുടെ ആകർഷണത്തിനെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യമായ ധർമ്മം എന്നുള്ളത്. റോക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൗതിക ശാസ്ത്ര നിയമം ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. പഠിക്കുക. റോക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൗതിക ശാസ്ത്ര നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വിക്ഷേപണ വാഹനങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് വിക്ഷേപണ വാഹനങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? റോക്കറ്റുകളാണ്.
ഭൂമിയുടെ ആകർഷണത്തിനെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യമായ ധർമ്മം എന്ന് പറയുന്നത്. റോക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൗതിക ശാസ്ത്ര നിയമം ചോദിച്ചാൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് പഠിക്കുക. അടുത്തതാണ് ബഹിരാകാശ സഞ്ചാരികൾ. എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? ബഹിരാകാശ സഞ്ചാരികളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984 ഏപ്രിൽ 3. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984 ഏപ്രിൽ മാസം 3. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കൽപ്പന ചൗളയാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നും ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നും അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ വർഷം 1997 നവംബർ മാസം 19. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ വർഷം 1997 നവംബർ മാസം 19. കൽപ്പന ചൗളയുടെ അന്ത്യത്തിന് കാരണമായ സ്പേസ് ഷട്ടിലാണ് കൊളംബിയ. അല്ലെങ്കിൽ കൽപ്പന ചൗളയുടെ മരണത്തിന് കാരണമായ അമേരിക്കയുടെ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ അത് കൊളംബിയ ദൗത്യമായിരുന്നു. കൽപ്പന ചൗളയുടെ അന്ത്യത്തിന് കാരണമായ സ്പേസ് ഷട്ടിൽ എന്ന് ചോദിച്ചാൽ കൊളംബിയയാണ്. കൽപ്പന ചൗള മരണമടഞ്ഞ തീയതി 2003 ഫെബ്രുവരി 1. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൽപ്പന ചൗള മരണമടഞ്ഞ തീയതി ചോദിച്ചാൽ 2003 ഫെബ്രുവരി മാസം 1 ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് സുനിത വില്യംസ് ആണ്. പഠിച്ചോളനെ, ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് ബഹിരാകാശത്തെത്തിയ വർഷം 2006 ഡിസംബർ 9. പഠിച്ചോളുക, സുനിത വില്യംസ് ബഹിരാകാശത്തെത്തിയ വർഷം 2006 ഡിസംബർ മാസം 9. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം 1984 ഏപ്രിൽ മാസം 3. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരി എന്നും ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നും അറിയപ്പെടുന്നത് കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ബഹിരാകാശത്ത് എത്തിയ വർഷം 1997 നവംബർ മാസം 19. കൽപ്പന ചൗളയുടെ അന്ത്യത്തിന് കാരണമായ സ്പേസ് ഷട്ടിൽ എന്ന് ചോദിച്ചാൽ അത് കൊളംബിയയാണ്. കൽപ്പന ചൗള മരണമടഞ്ഞ തീയതി 2003 ഫെബ്രുവരി മാസം 1. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ വനിത എന്നറിയപ്പെടുന്നത് സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് ബഹിരാകാശത്തെത്തിയ വർഷം 2006 ഡിസംബർ മാസം 9 പഠിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യൻ ചന്ദ്രനിലേക്ക് എന്ന പോയിന്റ് ആണ്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് എന്നുള്ള ഭാഗമാണ്. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആണ്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് എഡ്വിൻ ബസ് ആൽഡ്രിൻ ആണ്. ആരാണ്? എഡ്വിൻ ബസ് ആൽഡ്രിൻ ആണ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969 ജൂലൈ മാസം 21. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969 ജൂലൈ മാസം 21. നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ പേടകം നാസയുടെ അപ്പോളോ 2 ആണ്. നീൽ ആംസ്ട്രോങ്ങിനെയും കൂട്ടുകാരെയും നമുക്ക് പറയാം ചന്ദ്രനിൽ എത്തിച്ച അല്ലെങ്കിൽ അവർ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ പേടകം നാസയുടെ അപ്പോളോ 2 ആണ്. അപ്പോളോ 2 മിഷൻ വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് ആണ്. പഠിച്ചോളനെ, അപ്പോളോ വാഹനത്തെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് മൈക്കിൾ കോളിൻസ് ആണ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. ആദ്യത്തെ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം മനുഷ്യൻ എത്ര തവണ ചന്ദ്രനിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 തവണ പോയിട്ടുണ്ട്. പഠിച്ചോളനെ, ആദ്യത്തെ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ചന്ദ്രയാത്രയ്ക്ക് ശേഷം മനുഷ്യൻ എത്ര തവണ കൂടി ചന്ദ്രനിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 തവണ കൂടി മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. മൊത്തം എത്രയാണ്? 6 തവണ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ശേഷം മനുഷ്യൻ എത്ര തവണ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 തവണ പോയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നീൽ ആംസ്ട്രോങ് ആണ്.
നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969 ജൂലൈ മാസം 21. നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ പേടകം നാസയുടെ അപ്പോളോ 2. അപ്പോളോ 2 മിഷനിൽ വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കൽ കോളിൻസ് ആണ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. കാരണം നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ 1969 ജൂലൈ 21 ഓർമ്മയാർത്ഥം. ആദ്യത്തെ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം മനുഷ്യൻ എത്ര തവണ ചന്ദ്രനിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാല് 5 തവണ. അങ്ങനെ മൊത്തം മനുഷ്യൻ ചന്ദ്രനിൽ എത്ര തവണ പോയിട്ടുണ്ട്? 6 തവണ പോയിട്ടുണ്ട്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ബഹിരാകാശ രംഗത്തുള്ള ഇന്ത്യയുടെ കുതിപ്പാണ്. ബഹിരാകാശ രംഗത്തുള്ള ഇന്ത്യയുടെ കുതിപ്പാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ISRO അല്ലെങ്കിൽ ഇസ്രോയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായ ഇന്ത്യൻ റോക്കറ്റുകളാണ് ഒന്ന് PSLVയും മറ്റൊന്നെന്താണ്? GSLVയും. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വിക്ഷേപണ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 2 റോക്കറ്റുകൾ നമ്മുടെ അഭിമാനമായിട്ടുള്ള റോക്കറ്റുകളാണ്. ഒന്ന് PSLVയും മറ്റൊന്ന് GSLVയും. ഒന്ന് PSLVയും മറ്റൊന്ന് GSLVയും. പഠിക്കുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. എന്താണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ? ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. അപ്പോൾ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ വാർത്താവിനിമയങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻസാറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ടെലിവിഷൻ പ്രേഷണം അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനം, അതുപോലെ ഇന്റർനെറ്റിന്റെ പ്രവർത്തനം എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ആരെയാണ്? ഇൻസാറ്റിനെയാണ്. അടുത്തതാണ് IRS ഉപഗ്രഹങ്ങൾ. എന്താണ് IRS ഉപഗ്രഹങ്ങൾ? ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. പഠിച്ചോളെ, PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയവയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ്? ഭൂവിഭവങ്ങളെ കുറിച്ചുള്ള പഠനം, കാലാവസ്ഥയെ കുറിച്ചുള്ള പഠനം, മത്സ്യബന്ധനത്തിനെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് IRS ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. എഡ്യൂസാറ്റ് ഉപഗ്രഹങ്ങളാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. എഡ്യൂസാറ്റ് ഉപഗ്രഹങ്ങളാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് എഡ്യൂസാറ്റ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനലൊക്കെ ഏതിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ ഈ എഡ്യൂസാറ്റിന്റെ പ്രവർത്തനം മൂലമാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. അത് സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ വാർത്താവിനിമയത്തിനാണ് നാം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. IRS ഉപഗ്രഹങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയവയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എഡ്യൂസാറ്റ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് ഉപഗ്രഹം എന്നുള്ളത്. പഠിക്കുക ഇത്രയും ഭാഗം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചന്ദ്രയാൻ. ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴുള്ള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട് ചന്ദ്രയാനെ പറ്റി. അപ്പോൾ നമുക്ക് നോക്കാം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന പരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചോളെ, ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22 ആണ്. ചന്ദ്രയാൻ 1 ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ചന്ദ്രയാൻ 1 ദൗത്യം നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കൃത്രിമോപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രയാൻ 1 ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കൃത്രിമോപഗ്രഹം ചന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാൻ ആണ്. മംഗൾയാൻ വിക്ഷേപിച്ച വർഷം 2003 നവംബർ 5 ആണ്. മംഗൾയാൻ വിക്ഷേപിച്ച വർഷം 2003 നവംബർ 5 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരവിക്ഷേപണ ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൗരവിക്ഷേപണ
ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ആദിത്യ L1 എന്നുള്ളത്. എന്താ സുഹൃത്തുക്കളെ? ആദിത്യ L1 എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദിത്യ L1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2023 സെപ്റ്റംബർ 2 ആണ്. ആദിത്യ L1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2023 സെപ്റ്റംബർ മാസം 2 ആണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കൃത്രിമോപഗ്രഹം ചോദിച്ചാൽ അത് ചന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 3 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. മംഗൾയാൻ വിക്ഷേപിച്ച വർഷം 2013 നവംബർ 5 ആണ്. 2013 നവംബർ 5 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര പരിവേഷണ ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2023 സെപ്റ്റംബർ മാസം 2 ആണ്. പഠിക്കുക. അടുത്തതാണ് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ 5ാമത്തതും അവസാനത്തെ ചാപ്റ്ററുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ജന്തു വിശേഷങ്ങൾ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ജന്തു വിശേഷങ്ങൾ. ജന്തുവിശേഷങ്ങളിൽ നമുക്ക് നോക്കാനുള്ളത് പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമായ സമയം രാവിലെയും വൈകുന്നേരവും. പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമായ സമയം രാവിലെയും വൈകുന്നേരവും. പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമായ സമയം എപ്പോഴാ സുഹൃത്തുക്കളെ? രാവിലെയും വൈകുന്നേരവും. പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബൈനോക്കുലർ. പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ബൈനോക്കുലർ ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദേശാടന പക്ഷികൾ. നമുക്കെല്ലാം അറിയാം എന്താണ് ദേശാടന പക്ഷികൾ എന്ന്. അന്യദേശങ്ങളിൽ നിന്നും അനുകൂല സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ എന്നറിയപ്പെടുന്നത്. അന്യദേശങ്ങളിൽ നിന്നും അനുകൂല സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ദേശാടന പക്ഷികളാണ് എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി. ഇത് 3 പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചോളുക. എരണ്ടകൾ, നാഗമോഹൻ, അതുപോലെ മണൽക്കോഴി. കണ്ടോ സുഹൃത്തുക്കളെ ചിത്രത്തില്? നാഗമോഹനെയും എരണ്ടയും അതുപോലെ മണൽക്കോഴിയെയും. കേരളത്തിൽ പ്രധാനപ്പെട്ട ദേശാടന പക്ഷി കേന്ദ്രങ്ങളാണ് കടലുണ്ടി, തട്ടേക്കാട്, കുമരകം. പഠിച്ചോളനെ. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശാടന പക്ഷി കേന്ദ്രങ്ങളാണ് കടലുണ്ടി, തട്ടേക്കാട്, കുമരകം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജന്തുവിശേഷങ്ങൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമായ സമയമാണ്. അത് രാവിലെയും വൈകുന്നേരവുമാണ്. പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ബൈനോക്കുലർ ആണ്. എന്താണ് ദേശാടന പക്ഷികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യദേശങ്ങളിൽ നിന്നും അനുകൂല സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ദേശാടന പക്ഷികളാണ് എരണ്ടകൾ, നാഗമോഹൻ, അതുപോലെ മണൽക്കോഴി. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശാടന പക്ഷി കേന്ദ്രങ്ങള് കടലുണ്ടി, തട്ടേക്കാട്, കുമരകം. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡോക്ടർ സലീം അലിയെ പറ്റി. ലോക പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ മാസം 12-ാം തീയതി ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർ സലീം അലിയുടെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ള പുസ്തകങ്ങളുമാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യയും അതുപോലെ ബേർഡ്സ് ഓഫ് കേരളയും. ബേർഡ്സ് ഓഫ് ഇന്ത്യയും അതുപോലെ ബേർഡ്സ് ഓഫ് കേരളയും. പഠിക്കുക. ഒരു കുരുവിയുടെ പതനമാണ് ഡോക്ടർ സലീം അലിയുടെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥ. പഠിക്കുക. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത്. കരയിലും ജലത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്ന പേരാണ് ഉഭയജീവികൾ എന്നുള്ളത്. ഉഭയജീവികൾക്ക് ഉദാഹരണം തവള, സീസിലിയൻ, അതുപോലെ സാലമാൻഡർ. പഠിച്ചോളനെ. ഉഭയജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ തവള, സീസിലിയൻ, അതുപോലെ തന്നെ സാലമാൻഡർ എന്നിവയാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സാൽമൺ മത്സ്യം. എന്താണ് സാൽമൺ മത്സ്യം? മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ മത്സ്യം. വേനൽക്കാലങ്ങളിൽ പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾ 2500 കിലോമീറ്റർ യാത്ര ചെയ്ത് വടക്കേ അമേരിക്കയിലെ നദികളിൽ എത്തുന്നു. നദികളുടെ പ്രഭവസ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി ഇവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന സാൽമൺ കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്.
കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഉഭയജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ തവള, സീസിലിയൻ, അതുപോലെ സാലമാൻഡർ എന്നിവയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാലമൺ മത്സ്യത്തെ പറ്റിയാണ്. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ മത്സ്യം. വേനൽക്കാലങ്ങളിൽ പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾ 2500 കിലോമീറ്റർ യാത്ര ചെയ്ത് വടക്കേ അമേരിക്കയിലെ നദികളിൽ എത്തിച്ചേരുന്നു. നദിയുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി ഇവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന സാൽമൺ മത്സ്യക്കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. പഠിക്കുക. അടുത്തതാണ് രൂപാന്തരണം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. രൂപാന്തരണം. ചില ജീവികളുടെ മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയെ ലാർവകൾ എന്നറിയപ്പെടുന്നു. ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയുടെ സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരണം എന്നുള്ളത്. പഠിച്ചോളണേ. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള് മാതൃജീവിയോട് യാതൊരുവിധ സാദൃശ്യവും ഇല്ലാത്തവയായിരിക്കും. ഇവയെ ലാർവകൾ എന്ന് അറിയപ്പെടുന്നു. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരണം എന്ന്. എന്താ സുഹൃത്തുക്കളെ വിളിക്കുന്നത്? രൂപാന്തരണം എന്ന്. പ്രധാനമായും രൂപാന്തരണം നടക്കുന്ന ജീവികളാണ് തവള, കൊതുക്, ചിത്രശലഭം, ഈച്ച, തുമ്പി മുതലായ പ്രധാനമായിട്ടും രൂപാന്തരണം നടക്കുന്ന ജീവിവർഗങ്ങളാണ് തവള, കൊതുക്, ചിത്രശലഭം, ഈച്ച, തുമ്പി മുതലായവ. തുമ്പിയുടെ ലാർവ അറിയപ്പെടുന്ന പേരാണ് കുഴിയാന. തുമ്പിയുടെ ലാർവ അറിയപ്പെടുന്ന പേരാണ് കുഴിയാന. ഏറ്റവും കൂടുതൽ രൂപാന്തരം കാണിക്കുന്ന ജീവിവിഭാഗം പ്രാണികളാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണിക്കുന്ന ജീവിവിഭാഗമാണ് പ്രാണികള്. അതുപോലെ തന്നെയാണ് പ്യൂപ്പ ഏതു ജീവിയുടെ ജീവിതചക്രത്തിൽ പെടുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്യൂപ്പ എന്ന് പറയുന്നത് ചിത്രശലഭത്തിന്റെ ജീവിതചക്രത്തിൽ പെടുന്നതാണ്. അതുപോലെ വാൽമാക്രി എന്ന് പറയുന്നത് തവളയുടെ ജീവിതചക്രത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അതുപോലെ കൂത്താടി എന്ന് പറയുന്നത് ആരുടെയാണ്? കൊതുകിന്റെ ജീവിതചക്രത്തിൽ വരുന്നതാണ്. പഠിക്കുക. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം, ഓക്കിലശലഭം, അരളിശലഭം. ഇതില് മഞ്ഞപ്പാപ്പാത്തി പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ചിത്രശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം, ഓക്കിലശലഭം, അരളിശലഭം എന്നിവ പഠിക്കുക. എന്താണ് ശലഭോദ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശലഭങ്ങൾക്കും പ്രത്യേക ചെടികളിലാണ് മുട്ടയിടുന്നത്. ഇത്തരം ചെടികൾ നട്ടുപിടിപ്പിച്ച് ശലഭങ്ങളെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയും. ഇത്തരത്തിലുള്ള ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ശലഭോദ്യാനങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്താണ് ശലഭോദ്യാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ശലഭങ്ങൾക്കും പ്രത്യേക ചെടികളിലാണ് അവർ മുട്ടയിടുന്നത്. ഇത്തരം ചെടികൾ നട്ടുപിടിപ്പിച്ച് ശലഭങ്ങളെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയും. ഇത്തരത്തിലുള്ള ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ശലഭോദ്യാനങ്ങൾ. ശലഭങ്ങൾ കൂടുതലായി മുട്ടയിടുന്ന സസ്യങ്ങളാണ് എരിക്ക്, കറിവേപ്പില, നാരകം. മറക്കല്ലേ, ശലഭങ്ങൾ കൂടുതലായി മുട്ടയിടുന്ന സസ്യങ്ങളാണ് എരിക്ക്, കറിവേപ്പില, നാരകം മുതലായവ. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് കടലാമകൾ. കടലിൽ നിന്നും കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. കടലിൽ നിന്നും കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലം വൻതോതിൽ കടലാമകൾ വംശനാശ ഭീഷണി നേരിടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കടലാമ സംരക്ഷണ തീരമാണ് മുതിയം കടൽ തീരം, വള്ളിക്കുന്ന്, മലപ്പുറം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മുതിയം കടൽ തീരം, വള്ളിക്കുന്ന്, മലപ്പുറം. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സസ്തനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ സസ്തനികൾ എന്നറിയപ്പെടുന്നു. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യനൊരു സസ്തനിയാണ് അല്ലെ സുഹൃത്തുക്കളെ? ശരിയാണ്, മനുഷ്യനൊരു സസ്തനിയാണ്. സസ്തനികളുടെ പൊതുവായ പ്രത്യേകത ചോദിച്ചാൽ അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. ശരീരത്തിൽ രോമങ്ങളുണ്ട് അവയ്ക്ക്. അതുപോലെ ചെവിക്കൂടെയുള്ളവയാണ് സസ്തനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോളെ. സസ്തനികളുടെ പൊതുവായ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. ശരീരത്തിൽ രോമങ്ങൾ കാണും ഇവയ്ക്ക്. അതുപോലെ തന്നെ ചെവിക്കൂടെയുള്ളവയാണ് സസ്തനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പറക്കും സസ്തനി എന്നറിയപ്പെടുന്നത് വവ്വാലാണ്. പറക്കും സസ്തനി എന്നറിയപ്പെടുന്നത് വവ്വാലാണ്. വവ്വാലുകളെ പറക്കാൻ സഹായിക്കുന്നത് ചർമ്മബന്ധിതമായ മുൻകാലുകളാണ്. വവ്വാലുകളെ പറക്കാൻ സഹായിക്കുന്നത് ചർമ്മബന്ധിതമായ മുൻകാലുകളായാണ്. മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസും എക്കിഡിനെയും. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്.
മുട്ടയിടുന്ന സസ്തനികൾ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിപ്പസും അതുപോലെ എക്കിഡനെയുമാണ് പഠിക്കുക. ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവിവർഗമാണ് മണ്ണിരയും പ്ലനേറിയയും. ശരീരഭാഗങ്ങള് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളും വളർന്ന് പുതിയൊരു ജീവിയായി മാറുന്നു. ഇത്തരം ജീവിക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിരയും പ്ലനേറിയയുമാണ്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിര. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. കടൽ കുതിരകൾ മത്സ്യവർഗത്തിൽപ്പെട്ടവരാണ്. പഠിച്ചോളനെ, കടൽ കുതിരകള് മത്സ്യവർഗത്തിൽപ്പെടുന്നവരാണ്. പെൺകടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺകടൽ കുതിരകളുടെ ഉദരഭാഗത്തുള്ള സഞ്ചികളിൽ സൂക്ഷിക്കുന്നു. കടൽ കുതിരകളുടെ മുട്ടകൾ വിരിയുന്നതിന് 40 ദിവസം വേണം. പഠിച്ചോളനെ, കടൽ കുതിരകളുടെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണം സുഹൃത്തുക്കളെ? 40 ദിവസം വേണം. മുട്ടകൾ വിരിഞ്ഞു പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ നിന്നും പുറത്തു വരുന്നു. ഇതുമൂലം ആൺകടൽ കുതിരകൾ പ്രസവിക്കുന്നതായി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആൺകടൽ കുതിരകൾ പ്രസവിക്കുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. കടൽ കുതിരകൾ മത്സ്യവർഗത്തിൽപ്പെട്ട വിഭാഗക്കാരാണ്. പെൺകടൽ കുതിരകൾ ഇടുന്ന മുട്ടകള് ആൺകടൽ കുതിരകളുടെ ഉദരഭാഗത്തുള്ള സഞ്ചികളിൽ അല്ലെങ്കിൽ വയറിനുള്ളില് സൂക്ഷിച്ചു വെക്കുന്നു. കടൽ കുതിരകളുടെ മുട്ടകൾ വിരിയാനെടുക്കുന്നത് 40 ദിവസമാണ്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ കടൽ കുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിൽ നിന്നും പുറത്തു വരുന്നു. ഇതുമൂലം നമുക്ക് ആൺകടൽ കുതിരകൾ പ്രസവിക്കുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. പഠിക്കുക. സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു. സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നത് ആരാണ്? കങ്കാരു ആണ്. കങ്കാരു കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ. കങ്കാരു കാണപ്പെടുന്ന വൻകര ഏതാണ്? ഓസ്ട്രേലിയയാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിനുള്ളിൽ സഞ്ചികൾക്കുള്ളിലാക്കി പരിപാലിക്കുന്നവയാണ് കങ്കാരുക്കൾ. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള സഞ്ചികളിലാക്കി പരിപാലിക്കുന്നവയാണ് കങ്കാരുക്കൾ. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. അണലിയുടെ മുട്ടകൾ വയറിനുള്ളിൽ വെച്ച് തന്നെ വിരിയുന്നത് കൊണ്ടാണ് ഇവയെ പ്രസവിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലികളാണ്. അണലികൾ മുട്ട വയറിനുള്ളിൽ വെച്ച് തന്നെ വിരിയുന്നത് കൊണ്ട് ഇവ പ്രസവിക്കുന്നതായി നമുക്ക് തോന്നുന്നതാണ്. പഠിക്കുക. അടുത്തതാണ് പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ പവിഴപ്പുറ്റുകളാണ്. കടലിനുള്ളിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ ജീവിവർഗമാണ്. പഠിച്ചോളനെ, പവിഴപ്പുറ്റുകള് ജീവിവർഗമാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കും മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് പവിഴപ്പുറ്റുകൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. പവിഴപ്പുറ്റു വർഷമായി നാം ആചരിച്ചത് 1997 2008 പഠിച്ചോളനെ, പവിഴപ്പുറ്റു വർഷമായി നമ്മൾ ആചരിച്ചത് 1997 2008 ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകളുള്ളത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. അതുപോലെ ഇന്ത്യയിൽ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് ലക്ഷദ്വീപിലാണ്. ഇന്ത്യയിൽ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ SCERT 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ 2ാം ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.